ഇത് കൊച്ചി നഗരത്തിലെ അൽഫോൺസ തോമസിന്റെ വീട്ടുവളപ്പിലെ കൃഷിസ്ഥലമാണ്. ആകെയുള്ള 13 സെന്റിൽ ക്രിയാത്മകമായി എന്തു ചെയ്യാമെന്ന ചിന്തയാണ് അൽഫോൺസയെ ഇന്ന് ഈ കൃഷിനേട്ടത്തിന് പിന്നിലെത്തിച്ചത്. സ്വന്തമായി കൃഷി ചെയ്ത് വിഷാംശമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണമെന്ന ചിന്ത ശക്തിപ്പെട്ടപ്പോൾ കൃഷിഭവനിലും VFPCKയിലുമെല്ലാം ഉപദേശങ്ങൾക്കായി അൽഫോൺസ എത്തി. എറണാകുളം ജില്ലയിലെ VFPCKയുടെ കീഴിലുള്ള ഹരിതനഗരം പദ്ധതിയാണ് ഈ വീട്ടമ്മയുടെ കാർഷിക മോഹങ്ങൾ പൂവണിയാൻ സഹായിച്ചത്. ഈ പദ്ധതി അനുസരിച്ച് നഗരത്തിൽ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള വീട്ടുകാർക്ക് തൈകളും വളങ്ങളും VFPCK വഴി നൽകി വരുന്നുണ്ട്. മരുന്നിൻ്റെയൊക്കെ കൂടുതൽ പ്രയോഗം കാരണം പച്ചക്കറി കൃഷിയിലേക്ക് ഞങ്ങൾ സ്വാഭാവികമായിട്ട് തിരിയുന്നതാണ്. കാരണം സ്വന്തമായി ഉണ്ടാക്കുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്നത് മനസ്സിന് നല്ല സന്തോഷം നൽകും. അതോടൊപ്പം മരുന്ന് പ്രയോഗം ഇല്ലാത്തത് കഴിക്കുക കൂടിയാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ ഞാൻ വെജിറ്റബിൾ പ്രൊമോഷൻ കൗൺസിലിൻ്റെ അവിടെ പോയി വിത്ത് വാങ്ങിക്കാറുണ്ട്. പോട്ടി മിക്സ് വാങ്ങിച്ച് അവിടെ നിന്ന് തൈകൾ വാങ്ങിച്ച് വെക്കാറുണ്ട്. അവരുടെ പ്രോത്സാഹനം വളരെ നന്നായിട്ടുണ്ട്. അവരെ വളപ്രയോഗത്തെക്കുറിച്ചും അവരുടെ കാറ്റലോഗൊക്കെ തന്നിട്ടുണ്ട്. അതനുസരിച്ച് കുറേ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞങ്ങൾക്കാകെ 13 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. കൂടുതലും ഗാർഡനിങ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഈ അതെല്ലാം മാറ്റി ബോഗൻവില്ലെല്ലാം മാറ്റി അവിടെ പച്ചക്കറി നടുകയാണ് ചെയ്തത്. ഇപ്പോൾ കൂടുതലും പച്ചക്കറികളാക്കി മറ്റ് ഫ്ലവറൊക്കെ കുറച്ചു. പിന്നെ ഫ്രൂട്ട്സിൻ്റെയും കുറേ വിത്തുകളൊക്കെ തൈകളും വെച്ച് അതാണിപ്പോൾ ഞങ്ങൾ കൂടുതലും പരിപാലിക്കുന്നത്. ഇന്നിവിടെ നിരയിട്ട് നിൽക്കുന്നത് വെണ്ട, തക്കാളി, ഫാഷൻ ഫ്രൂട്ട്, ആത്തി, മാതളം, ചേമ്പ്, വിവിധയിനം മുളകുകൾ, പപ്പായ, കുരുമുളക്, തുളസി, ഞവരയില, ആന്തൂറിയം, വിവിധയിനം പ്ലാവുകൾ, മാവ് തുടങ്ങിയവയാണ്. സ്ഥലപരിമിതി മറികടക്കാനായി വിവിധ തരം മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ടിവിടെ. അതിൽ പ്രധാനമാണ് PVC പൈപ്പുകളിലെ കൃഷി. 4 ഇഞ്ച് വലിപ്പമുള്ള PVC പൈപ്പ് ഒരാൾ പൊക്കത്തിൽ തറയിലുറപ്പിച്ച് പൈപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലായി മുറിച്ച് ജോയിന്റ് ഘടിപ്പിക്കുകയും അവയിൽ മണ്ണ് നിറച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒറ്റ പൈപ്പിൽ തന്നെ 8ഉം 10ഉം തൈകൾ വരെ നടാൻ സാധിക്കുന്നു. VFPCK ഏകദേശം ഒരു 15 വർഷത്തോളമായി വീടുകളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പ്രോഗ്രാമായിട്ട് ഹരിതനഗരി പ്രോഗ്രാം എന്ന രീതിയിൽ തുടങ്ങിയിട്ട് നമ്മളുടെ ഇവിടെ ഇപ്പം അൽഫോൺസ വളരെ നല്ല രീതിയിൽ ചുരുങ്ങിയ സ്ഥലത്ത് പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ കൃഷിയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ വളരെ ചെറിയ രീതിയിൽ ചെയ്തെങ്കിൽ കൂടി ഇപ്പോൾ VFPCKയുടെ ഒരുപാട് തൈകളും നമ്മളുടെ അഡ്വൈസും എടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. പച്ചക്കറികളാണെങ്കിൽ 10-15 വെറൈറ്റിയുടെ മീതെ തന്നെ ഏകദേശം അവർ ചെയ്തിട്ടുണ്ട്. തക്കാളി, മുളക്, പയർ, വഴുതന, ചീര എന്ന് വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായ, പ്രത്യേകിച്ച് നമ്മളുടെ അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഓരോ വീട്ടിലേക്കും അവരുടെ അഭിരുചി അനുസരിച്ചിട്ടുള്ള പച്ചക്കറികളാണ്, തൈകളാണ് നമ്മൾ അവിടെ നിന്ന് കൊടുത്തുവിടുന്നത്. കൂടാതെ മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ട് കറ്റാർവാഴ, തുളസി, ആര്യവേപ്പ്, ഈ ആര്യവേപ്പിൻ്റെ ഇലയെല്ലാം വെച്ചിട്ട് തന്നെ അവർ കീടനാശിനി പ്രയോഗങ്ങളും നടത്തുന്നുണ്ട്. അതായത് ഒരു നമ്മളുടെ നാട്ടു രീതികൾ വെച്ചിട്ട് തന്നെ, അതായത് ബയോളജിക്കൽ കൺട്രോള് ബോത്ത് സയൻറ്റിഫിക് ആയിട്ടും അതുപോലെ തന്നെ പ്രകൃതിയോട് ചേർന്നിട്ടുള്ള നമ്മളുടെ പഴയ രീതികളും കൂടി ക്ലബ് ചെയ്തിട്ടാണ് അവർ ഹോം സ്റ്റെഡ് ഫാമിംഗ് അല്ലെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. പച്ചക്കറി കൃഷിക്ക് പ്രധാനമായും ആശ്രയിച്ചിട്ടുള്ളത് ഗ്രോ ബാഗുകളാണ്. പച്ചക്കറി കൃഷിക്ക് പുറമെ പൂക്കൃഷിക്കും ഔഷധ സസ്യകൃഷിക്കും പ്രത്യേകം പ്രാധാന്യം ഇവിടെ നൽകുന്നുണ്ട്. ചെടികൾക്കാവശ്യമായ വളങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുന്നുണ്ട്. പഴുത്തു കൊഴിയുന്ന ഇലകൾ കൂട്ടിയിട്ട് കത്തിച്ച് ചാരമാക്കി അതിൽ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ചേർത്ത് 10 ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് 5 ദിവസം വരെ വയ്ക്കുന്നു. നന്നായി പുളിച്ചു കിട്ടുന്ന ഈ മിശ്രിതം ആഴ്ചയിലൊരിക്കൽ ചെടികൾക്ക് അടിച്ചു കൊടുക്കാറുണ്ട്. ഈച്ചയുടെ ശല്യം അകറ്റാനായി ആവണക്കെണ്ണ മഞ്ഞ ഷീറ്റിൽ കെട്ടിപ്പൊതിഞ്ഞ് തൂക്കിയിട്ടുമുണ്ട്. ആര്യവേപ്പ് ഉപയോഗിച്ചുള്ള കീടനാശിനി പ്രയോഗവും ഇവിടെ നടത്തി വരുന്നുണ്ട്. 1 കിലോ ചാണകം, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ കപ്പലിൻ്റെ പിണ്ണാക്ക്,
10 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിനകത്ത് കുറച്ച് ചാരവും 3-4 പാളയംകുടം പഴം കൂടെ മിക്സ് ചെയ്തിട്ട് 5 ദിവസം പുളിപ്പിക്കാൻ വയ്ക്കും. അത് കഴിഞ്ഞ് ഇരട്ടി വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും, ചെടികളുടെ കടയിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ സ്യൂഡോമോണസ് 10 ml 1 ലിറ്ററിൽ കലക്കി അത് സ്പ്രേ ചെയ്യും. പിന്നെ നിംബിസിഡിൻ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യും. ഗ്രീൻ കെയർ 30-10-10 എന്നുള്ളത് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. വെള്ളയിച്ചകളാണ് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ അതിന് ഞാനിപ്പം ആവണക്കെണ്ണ ഈ മഞ്ഞ ഷീറ്റിൽ പുരട്ടി ഇങ്ങനെ കെട്ടി വയ്ക്കും. അപ്പോൾ അതിൽ വന്ന് ഈച്ചകൾ വന്നിരുന്ന് ചാവും. പിന്നെ നിംബിസിഡിൻ അത് സ്പ്രേ ചെയ്യുക, സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യുക, അതൊക്കെയാണ് കീടനാശിനിക്ക് കൂടുതലായിട്ട് ഞാൻ പ്രയോഗിക്കുന്നത്. കൃഷിക്കായി ജൈവ സംസ്കരണ ഭരണിയിലൂടെ ഇവിടെ തന്നെ വളവും നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കളിമൺ ഭരണികൾ തട്ടുകളായി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അടുക്കള അവശിഷ്ടങ്ങൾ, പഴുത്തുകൊഴിഞ്ഞ ഇലകളെല്ലാമാണ് ഇതിലേക്കായി ഉപയോഗിക്കുന്നത്. മുകളിലെ 2 തട്ടുകളിൽ പ്ലാസ്റ്റിക് ചരടിന്മേൽ പത്രക്കടലാസ്, ഇലകൾ എന്നിവ വിരിച്ച് ജൈവാവശിഷ്ടം താഴെ പോകാതെ ജൈവതട്ട് നിർമ്മിക്കുന്നു. എന്നാൽ നിക്ഷേപിക്കുന്ന അധികം ജലം താഴേക്ക് പോകുന്ന രീതിയിലാവണം ക്രമീകരിക്കേണ്ടത്. ഇവയുടെ സംസ്കരണത്തിനായി അരിച്ചെടുത്ത് പാകപ്പെടുത്തിയ സൂക്ഷ്മാണു കലർത്തിയ മരപ്പൊടി ഉപയോഗിക്കുന്നു. ഇതിനെ സ്റ്റാർട്ടർ എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്റ്റാർട്ടറായി വർത്തിക്കുന്ന മരപ്പൊടി സംസ്കരണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ചീഞ്ഞഴുകുന്നത് തടയാനും ഉപകരിക്കും. ഇതിൽ അന്നന്ന് വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ആവശ്യത്തിനു വേണ്ടി മാത്രം തുടങ്ങിയ പച്ചക്കറി കൃഷി വികസിച്ച് ഇന്നവർ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എടുത്തിട്ട് ബാക്കിയുള്ളവ സമീപത്തെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നിടം വരെ കൃഷി എത്തിയിരിക്കുന്നു. കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോൾ മാനസികമായിട്ട് വളരെ സന്തോഷമാണ്. ഓരോ വെണ്ടക്കായ പറിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. ആ മുളക് ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഞാൻ മുളക് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഞങ്ങളുടെ മുളക് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, കറിമുളകെല്ലാം. പിന്നെ വേപ്പില പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ വേപ്പില തന്നെയാണ്. പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ എല്ലാ 2 ആഴ്ച കൂടുമ്പം പുള്ളി വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ മുളകും വേപ്പിലയും ഡബയിലാക്കി കൊണ്ടുപോകും. എല്ലാ വീട്ടമ്മമാരും സ്വന്തമായിട്ട് പച്ചക്കറി നട്ട് വളർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നത് വളരെ നല്ലതാണ്. പണ്ട് ഞാൻ ഓർക്കിഡ് ഒരുപാട് വയ്ക്കുമ്പോൾ ആ ഓർക്കിഡ് പൂവുണ്ടാകുമ്പോൾ വിരിഞ്ഞ ആ സന്തോഷം തന്നെയാണ് എനിക്കിപ്പം. ശരിക്കും പച്ചക്കറി നമ്മുടെ സ്വന്തം കൈകൊണ്ട് പറിച്ച് നമ്മൾ തന്നെ ആ കറി വയ്ക്കുമ്പോൾ അതിന് നല്ല രുചിയാണ് ശരിക്കും. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാ വീട്ടമ്മമാരും കുറച്ചെങ്കിലും പച്ചക്കറികൾ നടണമെന്നാണ് എൻ്റെ വക ഉപദേശം. സ്ഥലപരിമിതി നേരിടുന്ന നഗരത്തിലെ കൃഷിസ്നേഹികൾക്ക് പരീക്ഷിക്കാവുന്ന ഉത്തമ രീതിയാണ് അൽഫോൺസ തോമസ് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. വിഷാംശമില്ലാത്ത പച്ചക്കറികൾ സ്വയം കൃഷി ചെയ്ത് ഭക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നഗരവാസികൾക്ക് മികച്ചൊരു മാതൃകയാണ് അൽഫോൺസ തോമസിന്റെ ഈ കൃഷിവില്ല. Raro
ചിറമുറിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി മടമുറിഞ്ഞാലോ നമ്മുടെ വിളമുടിയൂലേ വിളമുടിഞ്ഞാലോ നമ്മുടെ കുടിമുടിയൂലേ മടമുറിഞ്ഞാലോ നമ്മുടെ വിളമുടിയൂലേ വിളമുടിഞ്ഞാലോ നമ്മുടെ കുടിമുടിയൂലേ ാരോ രേരിക്കണ്ടേരോ ാരോ രേരിക്കണ്ടേരോ ാരോ രേരിക്കണ്ടേരോ ാരോ രേരിക്കണ്ടേരോ മലവെള്ളം വന്നാ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി ചെറവെള്ളം വന്നാ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി മലവെള്ളം വന്നാ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി ചെറവെള്ളം വന്നാ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി മലവെള്ളം വന്നാ നമ്മള് മറുമല കേറും ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറമുകളേറും മലവെള്ളം വന്നാൽ നമ്മൾ മറുമല കേറും ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറമുകളേറും രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ പടിയടച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി കുടിയൊഴിച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി പടിയടച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി കുടിയൊഴിച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി പടിയടച്ചാലോ നമ്മൾ പട നയിക്കൂലേ കുടിയൊഴിച്ചാലോ നമ്മൾ കുടിയെടുക്കൂലേ പടിയടച്ചാലോ നമ്മൾ പട നയിക്കൂലേ കുടിയൊഴിച്ചാലോ നമ്മൾ കുടിയെടുക്കൂലേ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി മഴ പെയ്യുമ്പോഴേ നമുക്ക് മുട്ടിൽ ചൂടാലോ ഇടിവെട്ടുമ്പോഴേ
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൃഗസംരക്ഷണ അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. പക്ഷിപ്പനി ബോധവൽക്കരണ ഡോക്യുമെന്ററി പ്രദർശനത്തിന്. വിശദമായ വാർത്തകളിലേക്ക്. മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച ക്ഷീര കർഷകൻ, സമ്മിശ്ര മൃഗസംരക്ഷകൻ, പൗൾട്രി കർഷകൻ, യുവ കർഷകൻ, വനിതാ സംരംഭക എന്നിവർക്ക് അവാർഡ് നൽകുന്നു. ഇതോടൊപ്പം ജില്ലാതലത്തിൽ മികച്ച ക്ഷീര കർഷകനും സമ്മിശ്ര മൃഗസംരക്ഷകനും അവാർഡ് നൽകും. ഇതിനുള്ള അപേക്ഷാ ഫോറം മൃഗാശുപത്രികളിൽ നിന്നും ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷ 2015 ജനുവരി 1 മുൻപ് അതാതിടങ്ങളിലെ മൃഗാശുപത്രിയിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.asd.kerala.gov.in. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പക്ഷിപ്പനി നിയന്ത്രിക്കുവാനുള്ള നടപടികൾ പുരോഗമിച്ചുവരുന്നു. ഇതിന്റെ ഭാഗമായി മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും അവബോധമുണ്ടാക്കിയെടുക്കുന്നതിന് വെറ്ററിനറി സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗം തയ്യാറാക്കിയ ഡോക്യുമെന്ററി കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ പ്രദർശനത്തിനായി പുറത്തിറക്കി. കോഴി, താറാവ്, കാട, വാത്ത, ടർക്കി, പണ്ടാരക്കോഴി തുടങ്ങിയ എല്ലാവിധ പക്ഷികളെയും രോഗം ബാധിക്കാം. എന്നാൽ കോഴി, ടർക്കി എന്നിവയിലാണ് രോഗബാധയും കൂടിയ മരണനിരക്കും കാണുന്നത്. ദേശാടന പക്ഷികൾ രോഗാണുവിനെ വിദൂര ദേശത്തേക്ക് പടർത്തുന്നു. സാധാരണയായി പക്ഷിപ്പനിയുടെ രോഗാണുക്കൾ മറ്റു മൃഗങ്ങളെ ബാധിക്കാറില്ലെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ വീര്യം കൂടിയ ഇനത്തിലുള്ള രോഗാണുക്കൾ മനുഷ്യരെയും മറ്റ് സസ്തന ജീവികളെയും ബാധിക്കാം. ഇൻഫ്ലുവൻസ ടൈപ്പ് A ഇനത്തിൽപ്പെട്ട ഒരു വൈറസാണ് രോഗാണു. ജനിതക മാറ്റങ്ങൾ ഘടനയിൽ വരുത്താനുള്ള കഴിവ് ഈ വൈറസിന്റെ ഒരു പ്രത്യേകതയാണ്. വീര്യം കുറഞ്ഞ ഇനത്തിലുള്ള വൈറസ് പ്രത്യേക സാഹചര്യങ്ങളിൽ വീര്യം കൂടിയ ഇനമായും മാറാറുണ്ട്. H5, H7 ഇനങ്ങളാണ് ഇതുവരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും തന്നെ രോഗബാധ പല കാലയളവുകളിലും ഉണ്ടായിട്ടുണ്ട്. വളരെ വ്യാപ്തിയുള്ള ബാധ അടുത്ത കാലത്ത് ഹോങ്കോങ്, ചിലി, നെതർലൻഡ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ 2006 മഹാരാഷ്ട്രയിലാണ് ആദ്യ രോഗബാധ ഉണ്ടായത്. തുടർന്ന് വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മണിപ്പൂർ, ഒറീസ, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലും രോഗബാധയുണ്ടായി. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത കേരസുരക്ഷാ തെങ്ങുകയറ്റ യന്ത്രം പുതിയ രൂപത്തിൽ പുറത്തിറക്കുന്നു. 8 കിലോ ഭാരം വരുന്ന യന്ത്രത്തിന് സൈക്കിൾ സീറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തടിയോട് പിടിക്കാവുന്ന ഹാൻഡിലും മരത്തിന്റെ വണ്ണം കുറയുന്നതിനനുസരിച്ച് 5 സെക്കൻഡ് കൊണ്ട് തെങ്ങിനോട് ചേർത്ത് ബന്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനവുമുണ്ട്. തെങ്ങുകയറ്റ യന്ത്രത്തിന്റെ വില 3000 രൂപയാണ്. ആലപ്പുഴ അറുന്നൂറ്റിമംഗലത്തുള്ള കൃഷിവകുപ്പിന്റെ വിത്തുൽപാദന കേന്ദ്രത്തിൽ വിവിധ തരം നടീൽ വസ്തുക്കളും വിത്തും വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കാബേജ്, കോളിഫ്ലവർ, വഴുതന, മുളക്, തക്കാളി എന്നിവയുടെ തൈകൾ, പയർ, പടവലം, വെണ്ട, ചീര, മത്തൻ എന്നീ പച്ചക്കറി വിത്തുകൾ, ടിഷ്യൂ കൾച്ചർ വാഴ, മുരിങ്ങത്തൈ, പപ്പായ തൈകൾ, ഉമാ നെൽവിത്ത് എന്നിവയാണ് വിതരണത്തിനുള്ളത്. ഫോൺ നമ്പർ 0479 2358700. ഫിഷറീസ് വകുപ്പിന്റെ സംയോജിത ഫാമിംഗ് പദ്ധതി പ്രകാരം കുട്ടനാട്ടിലെയും തൃശൂരിലെയും കോൾ നിലങ്ങളിലെ പാടങ്ങളിൽ നെല്ലും മീനും കൃഷി ചെയ്യാൻ സാമ്പത്തിക സഹായം നൽകുന്നു. ഫിഷറീസ് വകുപ്പിന്റെ ശുദ്ധജല മത്സ്യകൃഷി വികസന ഏജൻസിയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. കുട്ടനാട്ടിലെ 40,000 ഹെക്ടർ വരുന്ന ഒരുപ്പൂ നിലങ്ങൾ പുഞ്ചകൃഷിക്ക് ശേഷം തരിശായി കിടക്കും. ഒരു വിള കൊഞ്ച് കൃഷി ചെയ്യാൻ ഈ സ്ഥലം പ്രയോജനപ്പെടുത്താം. അഡാക്കിന്റെ എറണാകുളത്തും ആലപ്പുഴയിലുമുള്ള ഓഫീസുകളുമായി ബന്ധപ്പെട്ടാൽ കൃഷിക്കാവശ്യമായ സാങ്കേതിക സഹായവും ധനസഹായവും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യകർഷക വികസന ഏജൻസിയുമായോ അഡാക്കിന്റെ റീജിയണൽ ഓഫീസുകളുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0484 2805479. മറ്റൊരു നമ്പർ 0477 2262322. മറ്റൊരു നമ്പർ 944689 908889. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിലുള്ള കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഡിസംബർ മാസത്തിൽ നടത്തുന്ന പരിശീലന പരിപാടികൾ 19-20 തീയതികളിൽ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് പരിശീലനം, 17-18 തീയതികളിൽ നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനം, 23-24 എന്നീ തീയതികളിൽ ബ്രോയിലർ ആട് വളർത്തൽ എന്നീ വിഷയത്തിലുമാണ് പരിശീലനം. ഫോൺ നമ്പർ 9446890889.
കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,600 രൂപ, കോഴിക്കോട് 13,300 രൂപ, തൃശൂർ 12,900. കൊപ്ര കൊച്ചി 8,505, കോഴിക്കോട് 8,600, തൃശൂർ 8,660. കുരുമുളക് അൺഗാർബിൾഡ് 68,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,800 രൂപ. ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000. മഞ്ഞൾ സേലം 6,700, മഞ്ഞൾ ഈറോഡ് 6,900. അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,200, റബ്ബർ RSS 4 ഗ്രേഡ് 11,600. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,100, റബ്ബർ RSS 4 ഗ്രേഡ് 11,700. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,600 രൂപ, കൊപ്ര 8,505 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, പിണ്ണാക്ക് റോട്ടറി 3,000. കുരുമുളക് അൺഗാർബിൾഡ് 68,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,800 രൂപ. ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000. മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 260-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450-നും 470-നും മധ്യേ. ജാതിപത്രി 750-നും 800-നും മധ്യേ. ഗ്രാമ്പു 1,060. റബ്ബർ RSS 5 ഗ്രേഡ് 11,200 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,600 രൂപ. ഒട്ടുപാൽ 7,500, ലാറ്റക്സ് 8,200. കമ്പോള അവലോകനം. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന നാളികേര കർഷകർക്ക് ആശ്വാസം പകർന്ന് താഴ്ന്ന നിലവാരത്തിൽ നിന്ന് വെളിച്ചെണ്ണയും കൊപ്രയും തിരിച്ചുവരവിന് ശ്രമം തുടങ്ങി. മാസാരംഭമായതിനാൽ പ്രാദേശിക വിപണികളിൽ എണ്ണ വിൽപ്പന ഉയരുമെന്ന പ്രതീക്ഷയിലാണ് മില്ലുകാർ. താഴ്ന്ന വിലയ്ക്ക് കൊപ്ര കൈമാറാൻ ഉൽപ്പാദകർ വിസമ്മതിച്ചത് വിപണിക്ക് അനുകൂലമായി. കൊച്ചിയിലേക്കും കോട്ടയത്തേക്കുമുള്ള റബ്ബർ ഷീറ്റ് വരവ് ചുരുങ്ങിയെങ്കിലും നിരക്ക് ഉയർത്താൻ ടയർ കമ്പനികൾക്ക് തയ്യാറായില്ല. ഉത്തരേന്ത്യൻ അന്വേഷണങ്ങളുടെ കരുത്തിൽ ലാറ്റക്സ് 8,200 രൂപയിൽ വ്യാപാരം നടന്നു. ഷീറ്റിനും ഒട്ടുപാലിനും ഡിമാൻഡ് കുറവാണ്. ഉത്സവ ഡിമാൻഡിനിടയിലും ഏലക്ക വിലയിടിഞ്ഞു. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 806 രൂപയിലേക്ക് താഴ്ന്നു. ശരാശരി ഇനങ്ങൾ 703 രൂപയിൽ ലേലം കൊണ്ടു. അന്തർ സംസ്ഥാന വ്യാപാരികളിൽ നിന്നുള്ള അന്വേഷണങ്ങളെ ഉറ്റുനോക്കുകയാണ് കുരുമുളക് ജാതിക്ക വിപണികൾ. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.7, 22.7, കൊച്ചി 31.6, 25, ആലപ്പുഴ 30.2, 23.6, പുനലൂർ 29.6, 20.5, തിരുവനന്തപുരം 29.2, 22 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.